നിങ്ങളുടെ ഫോണിനകത്ത് ഉറപ്പായും എനേബിൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കോൾ സെറ്റിംഗ്സുകൾ പരിചയപ്പെടാം. ഡയലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ ശേഷം മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. ഏറ്റവും താഴേക്ക് വരുമ്പോൾ അവിടെ ഫ്ലിപ്പ് ടു സൈലൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിൽ അല്ലെങ്കിൽ കൂടി ഒരു കോൾ വരുമ്പോൾ ഫോൺ ഒന്ന് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിങ് സൈലന്റ് ആയിക്കോളും. ഇപ്പോൾ ഒരു മീറ്റിംഗിലേക്ക് ഇരിക്കുകയാണ്, പെട്ടെന്നൊരു കോൾ വന്നു, സൈലന്റ് ആക്കാൻ മറന്നുപോയി. പെട്ടെന്ന് ഇങ്ങനെ കോൾ വരുന്ന സമയത്ത് ഫോൺ ഒന്നെടുത്ത് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഫോൺ അപ്പോൾ തന്നെ സൈലന്റ് ആയിക്കോളും. അതുപോലെ തന്നെ എനേബിൾ ചെയ്യേണ്ട മറ്റൊരു സെറ്റിംഗ്സ് ആണ് കോളർ ഐ ഡി ആൻഡ് സ്പാം എന്നുള്ളത് ഓപ്പൺ ആക്കുമ്പോൾ അവിടെ സി കോളർ ആൻഡ് സ്പാം ഐ ഡി എന്നുള്ളത് ഓൺ ആക്കി ഇടുക. ഫിൽറ്റർ സ്പാം കാൾസ് എന്നുള്ളതും ഓൺ ആക്കി ഇടുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിനകത്തേക്ക് സ്പാം കോളുകൾ വരുന്നത് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. കോളർ ഐ ഡി അനൗൺസ്മെന്റ് എന്നത് ഓപ്പൺ ആക്കി അനൗൺസ് കോളർ ഐ ഡി എന്നത് നെവർ എന്നത് മാറ്റി ഓൾവേസ് എന്നത് കൊടുത്തു കഴിഞ്ഞാൽ കോൾ വരുമ്പോൾ റിംഗ് ടോണിന്റെ ഒപ്പം വിളിക്കുന്ന ആളിന്റെ പേര് കൂടി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് ആവശ്യമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടാത്തവർ നെവർ തന്നെ കൊടുക്കുക. അടുത്തതായി കോളിംഗ് അക്കൗണ്ട്സ് എന്നത് ഓപ്പൺ ആക്കി അവിടെ സിം സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡീഷണൽ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം അവിടെ കോൾ വെയിറ്റിംഗ് എന്നുള്ളത് ഓൺ ആക്കി ഇടുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണുവാൻ സാധിക്കും. കോൾ വെയിറ്റിംഗ് എന്ന് കാണിക്കുകയും ചെയ്യും. അത് ആവശ്യമെങ്കിൽ ഓൺ ആക്കി ഇടുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ.